പട്ടാമ്പിയിൽ നിന്ന് ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത. ഗർഭിണിയായ യുവതി ചികിത്സയിലിരിക്കെ മരിച്ചു എന്നത്. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് സഹോദരൻ പരാതി നൽകിയിരിക്കുന്നത്. അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഗർഭിണിയായ യുവതിയാണ് മരിച്ചത്. മതിയായ ചികിത്സ ലഭിക്കാതെയാണ് ഈ യുവതി മരിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കൾ പരാതിയായി പറയുന്നത്. തൃത്താല മേഴത്തൂർ സ്വദേശിനിയായ 29-കാരി നൌഷിജ ആണ് മരിച്ചത്. ഫെബ്രുവരി 16-നാണ് 9 മാസം ഗർഭിണിയായ ഈ നൌഷിജയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 20-ന് രാവിലെ 10:30-ക്ക് ശ്വാസതടസ്സവും ബ്ലീഡിങ്ങും ഉണ്ടായതിനെ തുടർന്ന് വാണിയംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തിയപ്പോഴേക്കും യുവതി മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ ഏതായാലും ഈ യുവതിയുടെ സഹോദരന്റെ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, അതായത് ഈ വാർത്തയും നൽകുന്ന ഒരു സൂചനയുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നെടുമങ്ങാട് സമാനമായൊരു സംഭവം ഉണ്ടായിരുന്നു. നവജാത ശിശു പ്രസവ ശസ്ത്രക്രിയക്കിടെ മരിച്ചു പോകുന്ന അവസ്ഥ. അപ്പോഴും നെടുമങ്ങാട് ആശുപത്രി പറഞ്ഞത് ഇവിടെ പ്രായം പറയുകയായിരുന്നു. 35 വയസ്സായ ആൾ പ്രസവിക്കാൻ പാടില്ല എന്ന തരത്തിലായിരുന്നു ആശുപത്രിയുടെ പ്രതികരണം ഉണ്ടായത്. അതായത് അവസാനം വരെയും ഇവിടെ എല്ലാം ഓക്കെയാണ് എന്ന് പറയുകയും മരണാസന്നരാകുമ്പോൾ മറ്റാശുപത്രികളിലേക്ക് പറഞ്ഞു വിടുകയും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ കപ്പിത്താനില്ലാത്ത അവസ്ഥ അത് ഒരിക്കൽ കൂടി കാണിക്കുന്നുവോ ഈ പെൺകുട്ടിയുടെ, ഈ യുവതിയുടെ മരണം? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ സഹോദരൻ പരാതി നൽകിയിരിക്കുന്നത് ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇവിടെ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ കൃത്യമായിട്ട് ഈ മേഴത്തൂർ സ്വദേശിനിയായ 29-കാരി നൌഷിജയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞ് അതിന് ചികിത്സ നൽകണമായിരുന്നു. പക്ഷെ 16-ാം തീയതി ഫെബ്രുവരി 16-ാം തീയതി ആയിരുന്നു ഈ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് 20-ന് രാവിലെ 10:30-ക്ക് ശ്വാസതടസ്സവും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായതിന് സാഹചര്യത്തിലായിരുന്നു ഇവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ആ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് അവിടെ കൃത്യമായ നടപടികൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ ആ യുവതിക്ക് വേണ്ട മതിയായ ചികിത്സ നൽകാതായ സാഹചര്യത്തിലായിരുന്നു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തങ്ങൾ നിർബന്ധിതരായത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വകാര്യ ആശുപത്രിയിലേക്കെങ്കിലും എത്തിച്ച് യുവതിയെയും ആ കുഞ്ഞിനെയും രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു കുടുംബം ഉദ്ദേശിച്ചത്. പക്ഷേ ആശുപത്രിയിലേക്ക് പിക്കേദാശ ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയപ്പോഴേക്കും യുവതി മരിച്ചിരുന്നു എന്നുള്ളതാണ്. ഏതായാലും യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആരോഗ്യ വകുപ്പ് ഇങ്ങനെ പല തരത്തിൽ എല്ലായിടത്തും അനാസ്ഥ തുടരുന്നു എന്നുള്ളതാണ്. പാലക്കാട് തന്നെ നമുക്ക് പാലക്കാട് ജില്ലയിലാണ് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്ന സ്ഥിതി ഉണ്ടായത്. അത് നമ്മൾ ജനം TV തന്നെയായിരുന്നു ആ ഞെട്ടിക്കുന്ന വാർത്ത പുറം ലോകത്തേക്ക് അറിയിച്ചത്. ഏതായാലും തുടർച്ചയായി വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. സംസ്ഥാനത്തൊട്ടുക്ക് ഇത്തരത്തിൽ കത്രിക മറന്നു വയ്ക്കുന്നതായാലും അതല്ലെങ്കിൽ ഗർഭിണികൾക്കും മറ്റു കുഞ്ഞുങ്ങൾക്കും ഒക്കെ ചികിത്സ കൃത്യമായി ലഭിക്കാത്ത സംഭവങ്ങളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പട്ടാമ്പിയിൽ ഇപ്പോൾ ഒടുവിലുണ്ടായ ഈ സംഭവം വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഈ യുവതിയുടെ സഹോദരന്റെ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതും അറിയേണ്ടതായിട്ടുണ്ട്. ഒപ്പം ഈ കുടുംബം ഇനിയിപ്പോൾ കൂടുതൽ പരാതി. ആരോഗ്യമന്ത്രി എന്ത് പറയാനാണ്? ആരോഗ്യമന്ത്രി പറയും ചികിത്സിക്കേണ്ടത് ആരോഗ്യമന്ത്രി അല്ലല്ലോ എന്ന്. തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ കത്രിക വയറ്റിൽ മറന്നു വെച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനം, പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. നിലവിൽ ഏതായാലും ഈ സംഭവത്തിലും അത്തരത്തിൽ തന്നെ പറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ കുടുംബം ഏതായാലും ഇതിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന്, പട്ടാമ്പിയിലെ താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ചയാണ് ഈ യുവതിയുടെ മരണത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള പരാതിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. എന്തായാലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അരുൺ, ഈ റെഫർ എന്നൊരു വാക്കുണ്ടല്ലോ. ഈ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നമ്മൾ കൊണ്ടുചെന്നാൽ അവിടുന്ന് മറ്റൊരിടത്തേക്ക് മാറ്റണമെങ്കിൽ അവിടുത്തെ ഡോക്ടർ എഴുതി കൊടുക്കണം, ഇന്ന സ്ഥലത്തേക്ക് അത് മാറ്റേണ്ടതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം.
ഇവർ ഈ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നത് എന്തിനാണ്? നേരെ വളരെ സന്തോഷത്തോടെ ഒരു കുഞ്ഞ് എന്ന സ്വപ്നവുമായി കടന്നു വരുന്നവരെ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ ഉള്ള മതിയായ സൗകര്യങ്ങളില്ല, അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോകുന്നതാകും ഉചിതം, അങ്ങനെ പറഞ്ഞ് മറ്റൊരിടത്തേക്ക് റെഫർ ചെയ്യാൻ ഇവർക്ക് എന്താണ് പ്രശ്നം? അവസാന നിമിഷം വരെ കാത്തിരുന്ന് കൊല്ലാക്കൊല ചെയ്യുകയാണ് ആരോഗ്യവകുപ്പും ഇവിടുത്തെ സംവിധാനങ്ങളും. സിസ്റ്റം 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 എന്നിങ്ങനെ 100 തവണ വാക്ക് പറയുന്ന ആരോഗ്യമന്ത്രിക്ക് ഇവിടെ ഒരു സിസ്റ്റമേ ഇല്ല എന്നിങ്ങനെ ആവർത്തിച്ചുണ്ടാകുന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുകയല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണാജ്, ഈ സംഭവത്തിൽ നമുക്ക് ഇത്തരത്തിൽ ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങൾ ഇല്ല എങ്കിൽ സ്വകാര്യ ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെയൊക്കെ റെഫർ ചെയ്യാമായിരുന്നു. പക്ഷെ ക്ഷമിക്കണം, ഇവിടെ അത്തരം ഒരു സംഭവം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ യുവതിക്ക് ബ്ലീഡിങ്ങും അതുപോലെ തന്നെ ഈ ശ്വാസതടസ്സമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ വീട്ടുകാർ ഈ അവസാന നിമിഷത്തിലാണ് പിന്നീട് അവർക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോഴേക്കും ആശുപത്രി എത്തുമ്പോഴേക്കും യുവതി ഇത്തരത്തിൽ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഏതായാലും ഇവിടെ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പരാതിയായിട്ട് വരുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇനിയിപ്പോൾ ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ കൂടെ ലഭ്യമാകേണ്ടുന്ന മുറയ്ക്ക് നമുക്ക് എന്താണ് അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്നുള്ളതിലൊരു വിശദ വിവരങ്ങൾ ലഭ്യമാവും. ശരി, വളരെ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് വരികയാണ്. തൃത്താല മേഴത്തൂർ സ്വദേശിനി 29-കാരിയായ നൌഷിജ ഗർഭിണിയാണ്. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചു. ഫെബ്രുവരി 16-നാണ് 9 മാസം ഗർഭിണിയായ നൌഷിജയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 16-ന് പ്രവേശിപ്പിച്ചു. 20-ന് കാലത്ത് 10:30 മണിക്ക് ശ്വാസ തടസ്സമുണ്ടായി, ബ്ലീഡിംഗ് ഉണ്ടായി. തുടർന്ന് വാണിയംകുളം PK ദാസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ എത്തിച്ചപ്പോൾ മരിച്ചു എന്ന പ്രതികരണമാണ് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. സഹോദരന്റെ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുത്തു. അരുണാലത്തൂർ, നോക്കൂ, നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന KSRTC ബസ്സുകളുടെ ഇരുവശങ്ങളിലും പിൻവശത്തുമൊക്കെ സർക്കാരിൻ്റെ വലിയ പരസ്യങ്ങളാണ്. അതിലൊന്ന്, പല ബസ്സുകളിൽ കാണുന്ന ഒന്ന്, ആരോഗ്യമേഖലയ്ക്ക് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ എന്നതാണ്. ആ പുരസ്കാരം കത്രികയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണാജ്, ഈ ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 ആണ് എന്ന് ഞാൻ തിരിച്ചു വരാം അരുണാചലത്തിലേക്ക് വരാം. ഇപ്പോൾ BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത് ശിവൻ, വാർത്ത അറിഞ്ഞിരിക്കുമല്ലോ, ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആശുപത്രികളിൽ സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കേൾക്കുന്നത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഗർഭിണിയായ യുവതി മരിച്ചു. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് പരാതി. തൃത്താല മേഴത്തൂർ സ്വദേശിനി 29-കാരിയാണ് മരിച്ചതെന്ന് ഓർക്കണം. ഫെബ്രുവരി 16-ന് 9 മാസം ഗർഭിണിയായ നൌഷിജയെ അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. 20-ന് ശ്വാസതടസ്സമുണ്ടാകുന്നു, രക്തസ്രാവം ഉണ്ടാകുന്നു. തുടർന്ന് മറ്റൊരു ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. അവിടെ എത്തുമ്പോൾ മരിച്ചു എന്ന പ്രതികരണമാണ് ലഭിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യ രംഗത്ത് സംഭവിക്കുന്നത് എന്താണ് പ്രശാന്ത് ശിവൻ? കേരളത്തിന്റെ ആരോഗ്യ മേഖല മുച്ചൂടും തകർന്നിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തൃത്താല മേഴത്തൂർ സ്വദേശിനി 29 വയസ്സുകാരി നൌഷിജയുടെ മരണം എന്ന് പറയുന്നത്. ഇത് കേവലം ഒരു പിഴവ് കൊണ്ട് സംഭവിച്ചൊരു മരണമല്ല, സിസ്റ്റത്തിന്റെ തകരാറ് മൂലം ഒരു കൊലപാതകമാണ് ഇവിടെ സത്യത്തിൽ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിൽ നമുക്കറിയാം ആരോഗ്യരംഗത്തിന്റെ വീഴ്ച കാരണം ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണുകൊണ്ട് ഒരു യുവതി മരിക്കുവാനിടയായ സാഹചര്യം ഉണ്ടായത്. ഇതേ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അധികൃതരുടെ ചികിത്സാ പിഴവ് മൂലം ഒരു പെൺകുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റപ്പെടേണ്ടതായിട്ട് വന്നത്. ആ പെൺകുട്ടിക്ക് വലത് കൈ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി. ഇവിടെ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ഇവിടുത്തെ സർക്കാർ സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് വയറിനകത്ത് കത്രിക ഒരു രോഗിയിൽ നിന്നും ലഭിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് മതിയായ ചികിത്സ നൽകാത്തത് കൊണ്ട്, ചികിത്സ വൈകിപ്പിക്കുന്നതിലൂടെ ശരിയായ ചികിത്സ നൽകാതെ, അങ്ങനെ നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും.
ഇവിടെ ഈ ഒരു അതിദാരുണമായ ഒരു സംഭവത്തിലെ അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഇവിടുത്തെ ഈ ഒരു സിസ്റ്റത്തിന്റെ സർവത്ര മേഖലയിലും PR വർക്ക് കൊണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരവധിയായ പ്രൊമോഷൻ കൊണ്ടും ഇവർ ഈ സർക്കാരിനെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ സർക്കാരിന്റെ ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമുക്ക് പട്ടാമ്പിയിൽ കാണുവാനായി സാധിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെമ്പാടും ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവിടെ പ്രശാന്ത് ശിവൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, അല്പം മുമ്പാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ട് സർക്കാരിനെതിരെ CPM-നെതിരെ ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചത്. അതായത് ആഗോള ആരോഗ്യരംഗത്തെ ആഗോള കുത്തക മുതലാളിമാരിൽ നിന്ന് 4 കോടി 2 തവണയായി CPM-ന് കമ്മീഷൻ കിട്ടി. അതുവഴി അവർക്ക് കേരളത്തിൽ ചുവടുറപ്പിക്കാൻ അവസരം കൊടുത്തു. പല സ്വകാര്യ ആശുപത്രികളിലും അമേരിക്കൻ കമ്പനിയുടെ ചുവട് പിടിച്ച് അവർക്ക് വാങ്ങിക്കൂട്ടാൻ പറ്റി എന്ന്. നോക്കൂ, സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ മേഖല അപ്പാടെ തളരുകയും മറുവശത്ത് സ്വകാര്യ ഭീമന്മാർക്ക് അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്യുകയാണ് സർക്കാർ. അതായത് ഒരു വശത്ത് ബോധപൂർവം ചെയ്യുന്നു ചികിത്സാ നിഷേധം, പിഴവുകൾ, അസൗകര്യങ്ങൾക്ക് നടുവിലേക്ക് രോഗികളെ വലിച്ചിഴയ്ക്കുന്നു, മരുന്നില്ലാത്ത അവസ്ഥ, തുടരെ ഇങ്ങനെ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ എന്താണ്? അല്ല, ഇതിനകത്ത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് പറഞ്ഞത്, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്, ഈ കപ്പൽ ആടി ഉലയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ പുകഴ്ത്തി സംസാരിച്ചത്. പക്ഷേ ഈ കപ്പൽ ആടി ഉലയുന്നു എന്ന് മാത്രമല്ല, അത് നടുക്കടലിൽ മുങ്ങിത്താഴുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ആരോഗ്യരംഗം നമ്മൾ ഏറ്റവും ഒടുവില് പാലക്കാട് ജില്ലയിലെ ഉദാഹരണങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 14 വയസ്സിന് താഴെയാണ് തോന്നുന്നത് ആ പെൺകുട്ടിയുടെ പ്രായം. ഒരു പെൺകുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ആ കുട്ടി ഉണർന്ന് എണീറ്റ് നോക്കുന്ന സമയത്ത് തനിക്ക് കൈയില്ല എന്ന് ബോധ്യം വരേണ്ട ഒരു സാഹചര്യം. വിടരും മുമ്പ് തന്നെ പൊഴിഞ്ഞു വീഴുന്ന പൂവ് കണക്കെ ആ പെൺകുട്ടിയുടെ മുഴുവൻ സ്വപ്നങ്ങളും തകരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഗർഭിണിയായിട്ടുള്ള ഒരു യുവതി അവരുടെ ഒരു ഗർഭ ശുശ്രൂഷ ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രിയെ സമീപിക്കുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് ആശ്രയമായി കരുതുന്ന സർക്കാർ ആശുപത്രികൾ ഒരു പനി വരുന്ന സമയത്തോ ചുമ വരുന്ന സമയത്തോ എന്തെങ്കിലും ശാരീരികപരമായി ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് സർവ്വസാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ മതിയായ ചികിത്സ നൽകാതെ, ചികിത്സ വൈകിപ്പിച്ചുകൊണ്ട്, ചികിത്സ നിഷേധിച്ചുകൊണ്ട്, ചികിത്സക്കിടയിൽ പിഴവുകൾ വരുത്തിക്കൊണ്ട് ഇന്നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന, പറ്റിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 16-ാം തീയതിയാണ് 9 മാസം ഗർഭിണിയായ നൌഷിയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ 9 മാസം പ്രായമായ ഗർഭിണിയായ ഒരു സ്ത്രീ എന്ന് പറയുന്ന സമയത്ത് അവർ മരണപ്പെടുന്ന സമയത്ത് 2 കൊലപാതകമാണ് അവിടെ നടക്കുന്നത്. അവരുടെ കുടുംബത്തിനെ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു കുഞ്ഞിനെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരു കുടുംബം മുഴുവൻ കാത്തിരിക്കുന്ന സമയത്ത് അവരുടെ മുൻപിലേക്ക് മൃതദേഹവുമായി കടന്നു ചെല്ലേണ്ടി വരുന്ന അവരുടെ ഭർത്താവിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇത്തരത്തിൽ ഒരു കുടുംബത്തിനെ, ഒരു ഗ്രാമത്തിനെ, ഒരു സമൂഹത്തെ മുഴുവൻ സങ്കടത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ചികിത്സാ പിഴവ് കൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. 1, 2 തവണ സംഭവിക്കുന്ന സമയത്ത് അതിനെ പിഴവെന്ന് പറയാം. തുടർച്ചയായി ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്ന സമയത്ത് അത് ബോധപൂർവമുള്ള നരഹത്യ തന്നെയാണെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഇത് ആദ്യമായിട്ടല്ല സംസ്ഥാന സർക്കാരിന്റെ ആശുപത്രികളിൽ നിന്ന്. ശരി പ്രശാന്ത് ശിവൻ, ഈ വാർത്തകളെല്ലാം കണക്റ്റഡ് ആണ്. ഇങ്ങനെ ഒരു വേദനയുടെ വാർത്ത നമ്മൾ നൽകുന്ന അതേ സമയത്ത് മറുവശത്തൊരു ആശ്വാസത്തിന്റെ വാർത്ത കൂടിയുണ്ട്. ഉഷ ജോസഫ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി കത്രിക ഉള്ളിൽ വെച്ച് തുന്നിക്കെട്ടിയ ആ ദുരനുഭവം നമ്മുടെ മുന്നിൽ വന്ന് പറഞ്ഞ ആ പാവം സ്ത്രീ, അവരുടെ ശസ്ത്രക്രിയ പൂർത്തിയായി, കത്രിക പുറത്തെടുത്തു, ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. അപ്പോൾ വലിയൊരു വേദനയുടെ വാർത്ത ഒരു വശത്ത്, അല്പം ആശ്വാസത്തിന്റെ വാർത്ത മറുവശത്ത്. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നത് സർക്കാർ ആശുപത്രികളുടെ അനാസ്ഥ കൊണ്ടും ആരോഗ്യമന്ത്രിയുടെ പിടിപ്പുകേട് കൊണ്ടുമാണ് എന്ന് വ്യക്തമാണ്. ആശുപത്രിയിലെ ജീവനക്കാർക്ക് ആരോഗ്യമന്ത്രിയെ ഒരല്പമെങ്കിലും പരിഗണിക്കാനുള്ള മനസ്സുണ്ടെങ്കിലല്ലേ ഇവിടുത്തെ സംവിധാനം ശരിയാകൂ.
ഞങ്ങൾക്ക് തോന്നുമ്പടി ഞങ്ങൾ, നിങ്ങൾക്ക് തോന്നുമ്പടി നിങ്ങൾ. അതാണല്ലോ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്.